പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് അധ്യാപക ദിനം, ടീച്ചേഴ്സ് ഡേ. എല്ലാവരും തങ്ങളുടെ ടീച്ചേഴ്സിനെ, അടുത്തുള്ളവരെയും ദൂരത്തുള്ളവരെയും ഒക്കെ വാട്സപ്പ് മെസ്സേജിൽ കൂടെയും അല്ലാതെയും ഫോണിൽ കൂടെയും ഒക്കെ വിളിച്ച് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് വിഷ് ചെയ്യുന്ന ഒരു ദിവസമാണ്. എൻ്റെയും സ്റ്റുഡൻസ് അനേകർ വിളിച്ചിരുന്നു. പലരും ദൂരെയുള്ളവരൊക്കെ വാട്സപ്പ് മെസ്സേജ് അയച്ചു. കുറച്ച് പേരെങ്കിലും, എല്ലാവരും ഇല്ല എങ്കിൽ തന്നെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മളും ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന വ്യക്തികളാണ് ടീച്ചേഴ്സ്. നമുക്ക് പറയാം, പല കാര്യങ്ങളിൽ കൂടെ പലരും നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട്. ജീവിതാനുഭവങ്ങളുണ്ട്, നമ്മുടെ വീട്ടിലുള്ളവരുണ്ട്, കൂട്ടുകാരിൽ നിന്ന് നമ്മൾ പലത് പഠിക്കുന്നു. എന്നാലും വളരെ ഫോർമലായിട്ട് നല്ല വിധത്തിൽ നമുക്ക് ജ്ഞാനം പകർന്നു തരുന്ന വ്യക്തികളാണ് ടീച്ചേഴ്സ്, അല്ലെങ്കിൽ അധ്യാപകരെന്ന് പറഞ്ഞാൽ. ഈ അധ്യാപക ദിനം കൊണ്ടാടിയ ഈ ദിവസം ഞാൻ ഓർത്തു, യേശു കർത്താവ് എത്ര നല്ല ഒരു അധ്യാപകനായിരുന്നു. കർത്താവ് ഏറ്റവും സ്നേഹമുള്ള, കരുതലുള്ള, കരുണയുള്ള, ജ്ഞാനമുള്ള ഒരു നല്ല അധ്യാപകനാണ്. അതുകൊണ്ടാണ് ഇന്നും നാം കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ, അതായത് കർത്താവ് ഉപദേശിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഓർക്കുന്നതും പഠിക്കുന്നതും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഏറ്റവും നല്ല അധ്യാപകനാണ് യേശു കർത്താവ്. എന്താണ് ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ? നമ്മളെങ്ങനെയാണ് ഒരു അധ്യാപകനെ ഓർക്കുന്നത്? നല്ല സ്നേഹമുള്ള ഒരു അധ്യാപകനാണ് എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മളോട് വളരെ കരുതലോടെ നമ്മളെ അങ്ങനെ നമ്മുടെ വികാരങ്ങളെയൊക്കെ നോവിപ്പിക്കാതെ നല്ല വിധത്തിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയും ശാസിക്കുകയും ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അധ്യാപകരോടാണല്ലോ നമുക്ക് പ്രിയം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അധ്യാപകനായിരുന്നു. ഒരധ്യാപകൻ എന്തെല്ലാം ഗുണങ്ങൾ വേണമെന്നുള്ളത് ഇപ്പോൾ നമ്മൾ BEd ഒക്കെ പഠിക്കുന്ന നേരത്തും അല്ലെങ്കിൽ TTC പഠിക്കുന്ന ഏതൊരു അധ്യാപകനാണെങ്കിലും അതിന് പ്രത്യേക ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ട്രെയിനിങ് ഉണ്ടെന്ന് വെച്ചാൽ ആളുകളുടെ സൈക്കോളജിയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതെല്ലാം വിധത്തിൽ ആളുകൾ ഇടപെടുമെന്നും എങ്ങനെയൊക്കെ റിയാക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ഏകദേശ രൂപമൊക്കെ ഒരു അധ്യാപകന് വേണം. അങ്ങനെ ഒരു നല്ല രീതിയിൽ മറ്റുള്ളവരോട് ഇടപെടാനും പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഒരു നല്ല അധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആ ഗുണങ്ങൾ, കർത്താവിനെ എന്തുകൊണ്ടാണ് പലരും വിളിച്ചിരുന്നത് നല്ല ഗുരു എന്നാണ് യേശു കർത്താവിനെ അന്നുള്ളവർ കർത്താവിൻ്റെ അടുത്ത് വന്നവരൊക്കെ വിളിച്ചു കൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഈ നല്ല ഗുരു എന്ന് വിളിക്കാനായിട്ടുള്ള കാരണമെന്ന് വെച്ചാൽ, ആർക്കും അടുത്ത് വന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനുള്ള ആ ഒരു സ്വാതന്ത്ര്യം കർത്താവ് അനുവദിച്ചിരുന്നു. അത് തന്നെയല്ല, എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവരുടെ ആ ഒരു വികാരത്തെ മുറിപ്പെടുത്താതെ, അല്ലെങ്കിൽ നിനക്കൊന്നും അറിയില്ലേ, മണ്ട ശിരോമണി എന്നുള്ള രീതിയിലൊന്നും കർത്താവ് സംസാരിക്കുകയില്ല. അപ്പോൾ കർത്താവ് അവരോട് വളരെ ദയയോടുകൂടെ, കരുണയോടെ, സ്നേഹത്തോടെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു ഉദാഹരണമായിട്ട് നമ്മൾ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഒരു ഉപമ. അപ്പം കർത്താവ് എങ്ങനെയാണ് ചില ഗുണങ്ങൾ ടീച്ചേഴ്സിനെന്ന് വെച്ചാൽ അത് കഥയിൽ കൂടെ, ഉപമകളിൽ കൂടി, ഉദാഹരണങ്ങളിൽ കൂടി, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ ഒക്കെയും മറ്റുള്ളവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു നല്ല അധ്യാപകൻ. നല്ല അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. അപ്പോൾ അവൻ ചോദിക്കുമായിരിക്കും, ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ എങ്ങനെയാണ് പറഞ്ഞത്? അപ്പോൾ അവർക്കത് പ്രാക്ടിക്കലുണ്ട്, സാധനങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണെങ്കിൽ അതിനകത്ത് കഥകളുണ്ട്, ആലങ്കാരിക ഭാഷയുണ്ട്, ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ നല്ല കഥകളും
നല്ല പോയംസും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല അധ്യാപകനായിട്ട് കർത്താവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും കർത്താവിൻ്റെ പഠിപ്പിക്കലുകളൊക്കെ നമുക്ക് ഏറ്റവും ഉചിതമായി തോന്നുന്നതും അത് പഠിക്കുവാൻ നാം ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ടീച്ചറിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ കർത്താവിൻ്റെ ചില ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാനും ധ്യാനിക്കാനിടയായി. പ്രത്യേകിച്ചും ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്, വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ. അപ്പോൾ വിത്തെന്ന് പറഞ്ഞാൽ കർത്താവ് അത് പിന്നീട് അവർക്ക് ശിഷ്യന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. വിത്തിൻ്റെ ഉപമ എന്ന് വെച്ചാൽ വിത്ത് ദൈവവചനം വിതയ്ക്കുന്നു. അതായത് ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി. കർത്താവിൻ്റെ ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കർത്താവ് ഏറ്റവും നല്ല മെത്തേഡ്സ് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, എന്താണ് പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെ ഉദാഹരണങ്ങളാണ് ഓരോന്നിനും കർത്താവ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊക്കെ കാണുമ്പോഴും നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും എത്ര മനോഹരമായിട്ടാണ് കർത്താവ് പഠിപ്പിച്ചു കൊണ്ടിരുന്നതെന്ന്. അതുകൊണ്ട് കർത്താവിൻ്റെ ആ വചനങ്ങൾ കേൾക്കാനായിട്ട് ആളുകൾ പുറകെ കൂടിയിരുന്നു. നമുക്കറിയാം, ഓരോ സ്ഥലങ്ങളിൽ പോയിരിക്കുന്നതിന് പുരുഷാരം എത്രയാണ്, ആയിരക്കണക്കിന് 10,000-15,000 പേര് കൂടിയിരുന്നു എന്ന് നമ്മൾ വായിക്കണം. അന്നാണെങ്കിൽ മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. എങ്കിൽ തന്നെയും കർത്താവിൻ്റെ വചനം കേൾക്കാനായിട്ട് അവർ കൂടിയിരുന്നതിൻ്റെ പ്രധാന കാരണം നല്ല സരസമായ നല്ല കഥകളും നല്ല ഉപമകളും നല്ല ഉദാഹരണങ്ങളും ഒക്കെ കൊണ്ടാണ് കർത്താവ് അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമയാണല്ലോ കേട്ടത്. അപ്പം നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ കൃഷിക്കാരന് വിത്തും കൊണ്ട് ആ വയലിലേക്ക് വരികയാണ്. എന്നിട്ട് ആ വിത്ത് എടുത്ത് വിതറുകയാണ് ചെയ്യുന്നത്. വിത്ത് ഇങ്ങനെ വിതറുമ്പോൾ, അപ്പം വിത്ത് നമുക്കറിയാവുന്നത് ദൈവവചനമാണെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെ വിതറുകയാണ്. അപ്പം കുറേയൊക്കെ ചെന്നിട്ട്, കുറേ വിത്തുകൾ ചെന്നിട്ട് ആ വരമ്പിൻ്റെ അവിടെയും വഴിയരികയും ഒക്കെ വീണു. അത് ആ പക്ഷികൾ വന്ന് അത് കൊത്തിയെടുത്തുകൊണ്ട് പോയി. അപ്പോൾ അതവിടെ വളരാനിടയായില്ല. രണ്ടാമത്തെ സ്ഥലമെന്ന് പറയുന്നത് പാറപ്പുറത്ത് അല്പമൊക്കെ നനവൊക്കെ ഉണ്ട്, സ്വല്പം മണ്ണൊക്കെ ഉണ്ട്. പെട്ടെന്നത് വളർന്നു കിളിച്ചു, പക്ഷെ വേരില്ല, ഇയാൾ ഉണങ്ങിപ്പോയി. അതായത് ആ മനസ്സ് അതങ്ങോട്ട് ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കി അത് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നുമുള്ള വ്യഗ്രതയില്ലാത്ത ഒരു മനസ്സായിരുന്നു. അപ്പം അത് ഉണങ്ങിപ്പോയി. ഇനി മൂന്നാമത്തെ നിലമെന്ന് പറയുന്നത് മുള്ളുള്ള സ്ഥലത്ത്. മുള്ളിങ്ങനെ വളർന്നു നിൽക്കുക. മുള്ള് വളർന്നു നിൽക്കുന്ന പറഞ്ഞപ്പോൾ ആ മണ്ണ് നല്ല മണ്ണാണ്. പക്ഷേ ആ മുള്ളും മറ്റ് ചെടികളുമൊക്കെ ഉള്ളതുകൊണ്ട് അതിനിടയ്ക്കോട്ട് വീണ വിത്ത് അത് കിളിച്ചെങ്കിലും അത് മുകളിലേക്ക് വരാനായിട്ട് ഈ മുള്ളുകൾ അനുവദിച്ചില്ല. അപ്പം കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത് ഈ ലോകത്തിൻ്റെ ചിന്തകൾ, ധനത്തെക്കുറിച്ചുള്ള വ്യഗ്രത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മുടെ ഉള്ളിൽ വീഴുന്ന വചനത്തെ ഫലം കായ്ക്കാതെ വണ്ണം ഞെരുക്കിക്കളയുന്നു. അതപ്പം നമുക്ക് മനസ്സിലായി. ഇനി നാലാമത്തെ സ്ഥലമെന്ന് പറയുന്നത് നല്ല വയലെന്ന് വെച്ചാൽ ഒരുക്കിയിട്ടിരിക്കുന്ന മണ്ണ്, അതിന് നനവുണ്ട്, സൂര്യപ്രകാശമുണ്ട്. അപ്പം അതിങ്ങനെ ആ ചെടി വിത്ത് അവിടെ വളർന്നു നല്ല ഒരു ചെടിയായി ഫലം കായ്ച്ചു. അതെത്രയാ, 100, 60, 30 മേനി വിളഞ്ഞു എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഇത് ആ ഒരു ഉദാഹരണം, ആ മണ്ണിൻ്റെ ആ പല വിധത്തിലുള്ള ക്വാളിറ്റീസൊക്കെ പഠിക്കുന്നതായിരുന്നു നമുക്ക് മനസ്സിലാകും നമ്മൾ തന്നെയായത്. പല സമയങ്ങളിലും നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും നമ്മുടെ ചിന്തകളും നമ്മളുടെ ഒരുക്കമില്ലായ്മയും ഒക്കെ വചനം നമ്മുടെ ഉള്ളിൽ വളരാതിരിക്കത്തക്കവണ്ണം വളരാതിരിക്കാനോ വളരുവാനോ ഒക്കെയുള്ള സാഹചര്യം എല്ലാം ഇവിടെ ഈ മനസ്സിൻ്റെ ഒരു
കഴിവിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് അതുപോലെ തന്നെ കഥകൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ മുടിയനായ പുത്രൻ്റെ കഥയും നല്ല ശമരിയക്കാരൻ്റെ കഥയും ഒക്കെ എങ്ങനെ ഓരോ കാര്യങ്ങൾ കർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. കാണാതെ പോയ ആടിൻ്റെ ഉപമ പറയുന്നുണ്ട്. ദ്രഹ്മപ്പണം, ഒരു ദ്രഹ്മ പോയ സ്ത്രീയെ എങ്ങനെയാണത് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതുപോലെ ഒരു മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവൻ വേണ്ടാത്ത സാഹചര്യങ്ങളിലൊക്കെ അകപ്പെട്ട് അവൻ്റെ പണമൊക്കെ നഷ്ടപ്പെടുത്തി അവനും പരിഭ്രാന്തനായി വിശന്ന് വലഞ്ഞ് തൻ്റെ അപ്പൻ്റെ സ്നേഹത്തെ അവൻ അവിടെ നിന്ന് ഓർത്തിട്ട് അപ്പൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു മകനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മുടിയനായ പുത്രനെന്നാണ് എല്ലാവരും അറിയുന്നത്. ആ ദൈവ സ്നേഹത്തിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ നമ്മൾ ഈ കഥകൾ കേൾക്കുമ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. മുടിയനായ പുത്രൻ എന്ന് പറയുമ്പം തന്നെ എല്ലാവർക്കും ആ കഥ അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ ആ കഥയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാനായിട്ട്. അപ്പം പിന്നീട് പറയുന്നത് ആരാണ് യഥാർത്ഥ സ്നേഹിതൻ എന്ന് ചോദിക്കും. ആരാ സ്നേഹിതൻ? അപ്പോൾ ഉടനെ കർത്താവ് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ആരാണ് സ്നേഹിതനെന്ന്. അപ്പം നല്ല ശമരിയക്കാരൻ, നല്ല ശമരിയക്കാരൻ്റെ ഉപമയെന്നാണ് നമ്മളത് അറിയുന്നത്. ശമരിയക്കാരൻ അവൻ ആ വഴിയിൽ കിടന്ന വ്യക്തിയെ സഹായിച്ചു, അവന് വേണ്ടി കരുതി. അവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ അല്ലെങ്കിൽ സ്നേഹമുള്ളവൻ എന്നാണ് നമുക്കപ്പം അറിയാം. നല്ല ശമരിയക്കാരെന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ആ സ്റ്റോറി അറിയാം. അപ്പോൾ ഈ ഒരു ആത്മീയമായ ദൂതുകൾ കർത്താവ് നമ്മളെ അറിയിച്ചതും പഠിപ്പിച്ചതും ഒക്കെ കഥകളിൽ കൂടെ. ഇപ്പം നമ്മളിപ്പം ടീച്ചേഴ്സ് ഡേയുടെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു നല്ല ടീച്ചർ, ഇപ്പോൾ ഇനി ആത്മീയ വിഷയങ്ങൾ പഠിപ്പിക്കുന്നവരും ടീച്ചേഴ്സ് തന്നെയാണല്ലോ. അവരും പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? കർത്താവിൻ്റെ വചനം തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. എങ്കിലും അവരുടെ ആ ആറ്റിറ്റ്യൂഡും മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോഴുള്ള റെസ്പോൺസസും, ഇനി അവരേതു വിധത്തിൽ ഒരു എക്സാമ്പിളായിട്ട് ജീവിക്കുന്നു എന്നുള്ളതും, അതായത് ആളുകളെല്ലാം അവരെ നോക്കുന്നുണ്ട്. കർത്താവിൻ്റെ ജീവിതത്തെ അവർ നോക്കി. അപ്പോൾ കർത്താവ് അങ്ങനെ ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അത്രയും ആളുകൾ കർത്താവിൻ്റെ പുറകെ കൂടിയത്. അപ്പോൾ ഒരു പാപമില്ലാത്തവനായിട്ട് ഇപ്പം മനുഷ്യർ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവർക്കും ഒരു മാതൃകയായിരിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ വചനം പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക്, അല്ലെ ഒരു ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവരാണല്ലോ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ. ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണല്ലോ. അപ്പം എത്രമാത്രം സക്സസ്ഫുൾ ആണ് അല്ലയോ എന്നുള്ളത് അവനവൻ തന്നെ വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. എങ്കിൽ തന്നെയും നമ്മൾ മാതൃകാപരമായിട്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അത് ക്രിസ്തുവിനെ പിന്തുടരുന്നു. അപ്പം കർത്താവ് തന്നെ നമുക്ക് മാതൃക തന്നിരിക്കുകയാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കണമെന്ന്, എങ്ങനെ ഒരു നല്ല ടീച്ചറാകാം. അപ്പം കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കർത്താവ് തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയിരുന്നു എന്ന് നമ്മൾ ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പെർഫെക്ഷൻ ഒന്നും ഒരുപക്ഷെ സാധ്യമാകുകയില്ല. എങ്കിൽ തന്നെയും മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ നാം എത്രമാത്രം അവർക്കൊരു മാതൃകയായിരിക്കുന്നോ എന്ന് അവർക്ക് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് വിശ്വാസവും അതുപോലെ ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹവുമൊക്കെ വരുന്നത്. അപ്പോൾ നല്ല ഒരു ടീച്ചർ, അപ്പം ഏറ്റവും നല്ല ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഹമ്പിൾ, കാരണം വിനയമുള്ളവരായിരിക്കണം. അപ്പം വിനയത്തിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശമരിയക്കാരി സ്ത്രീയെ, അതായത് ആ കിണറ്റിൻകര വന്ന ശമരിയക്കാരി സ്ത്രീ, അവളവിടെ വന്നത് ഉച്ച സമയത്താണ് വന്നത്. ആ സാധാരണ സ്ത്രീകളൊന്നും വരാത്ത ഒരു സമയമാണ്. ഒരു പക്ഷേ അവളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്
അവൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അവളങ്ങനെ ആ സമയത്ത് വന്നത്. എന്നാൽ കർത്താവ് അവളോട് സംസാരിക്കുക, വളരെ നന്നായി സംസാരിക്കുന്നു. അപ്പോൾ അവളുടെ ജീവിതം ശരിയല്ല എന്ന് കർത്താവിന് മനസ്സിലായല്ലോ, കർത്താവിനറിയാമല്ലോ. പക്ഷേ അവളെ അത് ബോധ്യപ്പെടുത്തുന്നത് വളരെ നല്ല ഒരു രീതിയിലാണ്. അവളെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യുകയല്ല ചെയ്യുന്നത്. അവൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പക്ഷെ അവൾക്ക് മനസ്സിലാകത്തക്കവണ്ണം സൗമ്യമായി അവളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആരാധനയെക്കുറിച്ച് ഏറ്റവും നല്ല ഉപദേശം അവിടെ വെച്ച ശമരിയക്കാരി സ്ത്രീക്കാണ് കർത്താവ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കണ്ട സാഹചര്യങ്ങൾ, ആ മല ഇവിടെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, യഹൂദന്മാർ യെരൂശലേമിൽ ആരാധിക്കുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞു വന്നപ്പോൾ കർത്താവ് പറയുകയാണ്, യെരൂശലേമിലുമല്ല, ഇവിടെയുമല്ല, അവിടെയുമല്ല. ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയായിരിക്കണം? സത്യത്തിൽ ആരാധിക്കുന്നത്, ആത്മാവിൽ ആരാധിക്കുന്നത്, അതാണ് പ്രാധാന്യമുള്ളതെന്ന് മനസ്സിലാക്കി ആ ആരാധനയെക്കുറിച്ചുള്ള വലിയ ഒരു പാഠം, ഒരു ഉപദേശം അവിടെ വെച്ച് ആ സ്ത്രീക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ കർത്താവിനെ വിശ്വസിച്ചു. അവൻ്റെ രീതിയും ആ സംസാരവും ഒക്കെ അവളെ വളരെ ആകർഷിച്ചു. കർത്താവ് പറഞ്ഞതൊക്കെയും വിശ്വസിച്ചു. അവൾ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ മുൻപാകെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവൾ കർത്താവിനെ തിരിച്ചറിയുന്നു. നീയാണ് മശിഹ, അല്ലെങ്കിൽ നീ പ്രവാചകനാണ്, നീ സംസാരിക്കുന്ന ഞാനാണ് മശിഹ എന്ന് പറഞ്ഞപ്പോൾ അവളത് വിശ്വസിച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് പോയത്. അവൾ കൊണ്ടുവന്ന് വെള്ളം കോരുവാൻ കൊണ്ടുവന്ന കുടവുമൊക്കെ അവിടെ വെച്ചേച്ച് അവൾ പട്ടണത്തിൽ ഓടിച്ചെന്ന് ആളുകളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മശിഹായെ ഞാൻ കണ്ടു. അവരെല്ലാവരും വന്നു. ആ സ്ഥലത്തിലുള്ളവരെല്ലാവരും കർത്താവിനെ വിശ്വസിക്കാനിടയായി. അപ്പോൾ ആദ്യം കർത്താവ് ഈ ഒരു സ്ത്രീയോടാണ് സംസാരിക്കുന്നത്. വലിയ വിദ്യാഭ്യാസം ഉള്ള സ്ത്രീയല്ല, ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുമല്ല. എന്നിട്ടും ആ സ്ത്രീയോട് അവളുടെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കർത്താവ് കാണിച്ച ആ താല്പര്യം നിമിത്തം ആ ശമരിയക്കാരൊക്കെയും കർത്താവിൽ വിശ്വസിക്കുവാനിടയായി. അപ്പോൾ നമ്മൾ ഈ ഗുണങ്ങൾ എന്ന് വെച്ചാൽ കർത്താവ് എത്ര നല്ല ഒരു ടീച്ചറാണ്. അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയും വാസ്തവത്തിൽ ഒരു ടീച്ചർ ആയിരിക്കണമല്ലോ. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള ധൈര്യവും അതിനുള്ള അറിവും അതിനുള്ള ആ മാനസിക അവസ്ഥയും ആ ഒരു ഹ്യൂമിലിറ്റിയും എല്ലാം നമുക്ക് ആവശ്യമാണ്. ഇനി മറ്റാരെങ്കിലും എന്തെങ്കിലും മറുത്ത് പറഞ്ഞാൽ അത് ശരിയായ വിധത്തിൽ അത് മനസ്സിലാക്കി നല്ല ഒരു റെസ്പോൺസ് കൊടുക്കത്തക്കവണ്ണം നാമും തയ്യാറായിരിക്കണമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം കർത്താവ് ഒരു നല്ല ടീച്ചറെ, നല്ല ഗുരു എന്നാണ് കർത്താവിനെ വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു ക്വാളിറ്റി ഒരു നല്ല ടീച്ചറിനുണ്ടായെന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് ഈ വിദ്യാർത്ഥികൾ ധൈര്യപ്പെടണം. അല്ലാതെ അവരെന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ നിനക്ക് ഇത്രയും അറിയത്തില്ലേ, ഇതുപോലും അറിയത്തില്ലേ എന്നുള്ള ഒരു ചിന്ത അവരിൽ വരത്തക്കവണ്ണമോ അല്ലെങ്കിൽ അവർ തീരെ ബുദ്ധിയില്ലാത്തവരാണെന്ന് ഒക്കെ സ്ഥാപിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ചില കമൻസും ഒക്കെ അവരെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തും. അപ്പം കർത്താവിൽ നിന്നും പഠിച്ചെടുക്കേണ്ടതായ ചില ഗുണങ്ങളാണ് ദൈവവചനം സംസാരിക്കുന്നവരും. അപ്പം അത് ഏത് ക്രിസ്ത്യാനിയും ദൈവവചനം സംസാരിക്കേണ്ടവരാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം. നമുക്കൊരു സാഹചര്യം വരുമ്പോൾ കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം. അപ്പം അതിൻ്റെ നമ്മുടെ ഒരു മാനസിക അവസ്ഥ, ഒരു മാനസികമായ ഒരുക്കം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യം ചോദിക്കുന്ന ഒരു ധൈര്യം അവർക്കുണ്ടാകണം. നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ അത് എല്ലാ അധ്യായങ്ങളിലും ഉണ്ട്. എങ്കിൽ തന്നെയും അതിനകത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പുനരുത്ഥാനത്തെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു കുടുക്ക് ചോദ്യം ആദ്യം ചോദിക്കുന്നത് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ അല്ലയോ എന്ന്. അപ്പോൾ കർത്താവ് എന്തോ പറയുന്നത്? കർത്താവിന് മനസ്സിലായി കുടുക്ക് ചോദ്യമാണ് ചോദിക്കുന്നതെന്ന്. അപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു നാണയം ഒന്ന് കാണിച്ചേ, നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ അതിനകത്തെ മേലെഴുത്ത് ആരുടെയാ?
ഈ പടം ആരുടെയാ എന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് കൈസറുടെയാ. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്നല്ലേ കർത്താവ് പറയുന്നത്. അപ്പോൾ അത്ര മനോഹരമായിട്ട് നല്ല രീതിയിൽ മറുപടി പറയാനായിട്ട് ഉള്ള ഒരു ജ്ഞാനം കർത്താവിന്, അല്ലെങ്കിൽ ആ ഒരു രീതി കർത്താവിൻ്റേത് അങ്ങനെയുള്ളതായിരുന്നു. പിന്നെ പുനരുത്ഥാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരൊരു കഥ പറയുക. ഒരു സ്ത്രീ കല്യാണം കഴിച്ചു, ആദ്യത്തെ ഭർത്താവ് മരിച്ചു, അവൻ്റെ അനിയൻ കല്യാണം കഴിച്ചു, പിന്നെ അങ്ങനെ 7 പേര് കല്യാണം കഴിച്ചു, ലാസ്റ്റിൽ സ്ത്രീയും മരിച്ചു. അവർക്ക് പിന്നെ അവിടെ ചെന്ന് കഴിയുന്ന നേരത്ത് ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? കർത്താവ് എന്താ അതിന് മറുപടി പറയുന്നത്? നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവത്തിൻ്റെ കൽപ്പനകളെയും ഒക്കെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നത്. തിരുവെഴുത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അതായത് നമ്മുടെ ലെസൺസ് നമ്മൾ ശരിക്ക് പഠിക്കണമെന്ന് കർത്താവ് നമ്മളോട് പറയുക. കാരണം തിരുവെഴുത്തുകളെ നമ്മൾ പഠിക്കണം. അതായത് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി തിരുവെഴുത്തുകളെ ശോധന ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വളരാനൊക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഗുരുവായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചിരിക്കണം. ഇനി മുഴുവനും പഠിച്ചെങ്കിലും ഒന്നും സുവിശേഷം പറയാൻ ഒക്കുകയില്ല. എങ്കിലും നമ്മൾ പഠിക്കാനായിട്ട് എന്നും നമ്മൾ പഠിക്കണം. അതുകൂടാതെ നമുക്കറിയാത്തത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. നമുക്കിതറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ എന്താണെന്ന് ഞാൻ വചനം ഒന്ന് വായിച്ചു അങ്ങനെ പറയാനുള്ള ഒരു സാവകാശവും സൗമനസ്യവും നമുക്കുണ്ടായിരിക്കണം. ഇനി അത് കഴിഞ്ഞേച്ച് പല ചോദ്യങ്ങളാണ് കർത്താവിനോട്. അപ്പോൾ കർത്താവ് അങ്ങോട്ടും ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം ചോദിക്കുന്നത്? ക്രിസ്തു ആരാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പിന്നെയും ചോദിക്കുകയാണ്, ദാവീദിൻ്റെ പുത്രനെങ്കിൽ ദാവീദ് എന്തിനാ അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദ്യം. അതായത് ഒരു ചോദ്യോത്തര ത്തിൻ്റെ ഒരു ക്ലാസ് അവിടെ. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് നല്ല വിധത്തിൽ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ഒരു കഴിവ് ഒരു ഗുരുവിന് വേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഗുരു ആരാ? നമ്മുടെ മാതൃകയാരാ? യേശു കർത്താവാണ് നമ്മുടെ മാതൃക. ഇനി അതുപോലെ തന്നെ കർത്താവിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ അവൻ പറഞ്ഞ കാര്യങ്ങളിൽ അവൻ ജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ താഴ്മ വേണം, വിനയം വേണം, സ്നേഹം വേണം എന്ന് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങ് നിർത്തിയില്ല, വിനയമുള്ളവനായി ജീവിച്ചു. അപ്പം 13 യോഹന്നാൻ്റെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് അത് തോർത്തെടുത്ത് അരയ്ക്ക് ചുറ്റിയിട്ട് ശിഷ്യന്മാരുടെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നിങ്ങളും ഇവണ്ണം തന്നെ ചെയ്യുവീൻ എന്ന് വെച്ചാൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന്. പിന്നെ അന്യോന്യം സ്നേഹിക്കുക. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. അതിനും കർത്താവ് മാതൃക തന്നു. നമുക്ക് വേണ്ടി കർത്താവ് ജീവനെ തന്നു. ഇനി കർത്താവ് നല്ല ഗുരുവാണ്, നല്ല ടീച്ചറാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി. ഈ കർത്താവിൻ്റെ ഗുണങ്ങൾ നല്ല ഒരു ഗുരുവായിട്ട് തീർന്നാൽ നമുക്ക് നല്ലതുപോലെ സുവിശേഷം പറയാം. അനേക ദൈവദാസന്മാരുണ്ട് ഇതുപോലെ നല്ലതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ വിധത്തിൽ നമ്മളായി തീരണമെങ്കിൽ നമുക്ക് വാസ്തവത്തിൽ കർത്താവിൻ്റെ വചനം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുന്നു. നമ്മുടെ പല കാര്യങ്ങൾക്കും ആ ഒരു നന്മയിലേക്കുള്ള ആ ഒരു ചായ്വ് നമുക്കുണ്ടാകുന്നു. നന്മ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയും കർത്താവിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാവുന്ന ഗുണങ്ങളാണ്. ഈ വക ഗുണങ്ങളൊക്കെയും നമ്മൾക്കുണ്ടായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് ടീച്ചേഴ്സിനെ പലരും വിഷ് ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ ഇന്ന് ടീച്ചറായിട്ട് ആക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ നല്ല ടീച്ചറായിട്ടുള്ളത് യേശു കർത്താവല്ലാതെ വേറെ ആരും ഒരു നല്ല ടീച്ചറില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ
കർത്താവിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ഇത്രയും സംസാരിക്കാൻ ആഗ്രഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മുടെ രക്ഷ എവിടെ നിന്ന് വരുന്നു? ഇനി ഒരു ടീച്ചറായതുകൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടത്തില്ല. നമ്മൾ എന്തിനാണ് ചെയ്യേണ്ടത്? വചനം കേൾക്കണം, വചനം വിശ്വസിക്കണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, അവൻ നമുക്ക് വേണ്ടി മരിച്ചുവെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായുകൊണ്ട് അവൻ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നമ്മൾ വായുകൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നാം അവനുള്ളവരാണ്. അവൻ നമുക്ക് എന്നും ഒരു പ്രചോദനമായിരിക്കട്ടെ. നമുക്ക് വചനം സംസാരിപ്പാനും മറ്റുള്ളവരോട് ഇടപെടാനുമൊക്കെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.